എബോള വൈറസ് വ്യാപനം കൊച്ചി വിമാനത്താവളത്തിൽ മുൻകരുതൽ നടപടികൾ ശക്തമാക്കി 24 മണിക്കൂർ നിരീക്ഷണം. ചാലക്കുടി പുഴയ്ക്ക് കുറുകെയുള്ള പഴയ പാലത്തിലെ ബെയറിംഗ് മാറ്റുന്ന പ്രവൃത്തികൾ പൂർത്തിയായി. 7 സ്ലാബുകളിലായി 42 ബെയറിംഗുകൾ മാറ്റി. സംസ്ഥാനത്ത് മഴ കനക്കുന്നു. അടുത്ത 5 ദിവസം വ്യാപക മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 8 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക് പോകാം. എബോള വൈറസ് ബാധ വ്യാപനവുമായി ബന്ധപ്പെട്ട് കൊച്ചി വിമാനത്താവളത്തിൽ മുൻകരുതൽ നടപടികൾ ഊർജിതമാക്കി. വിദേശത്ത് നിന്നെത്തുന്ന രോഗലക്ഷണമുള്ളവർക്കായി ഐസൊലേഷനായി 3 ആശുപത്രികൾ സജ്ജീകരിച്ചു. അന്താരാഷ്ട്ര യാത്രക്കാർ എമിഗ്രേഷൻ വിഭാഗത്തിന് സെൽഫ് ഡിക്ലറേഷൻ സമർപ്പിക്കണമെന്നും സിയാൽ അധികൃതർ അറിയിച്ചു. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എബോള വൈറസ് ബാധ അതിവേഗം പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ മുൻകരുതൽ നടപടികൾ കർശനമാക്കി. സിയാൽ എയർപോർട്ട് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്നിവരുടെ നേതൃത്വത്തിൽ കൊച്ചിയിൽ അടിയന്തര യോഗം ചേർന്ന സ്ഥിതിഗതികൾ വിലയിരുത്തി. വിമാനത്താവളത്തിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന പ്രത്യേക സർവൈലൻസ് സംവിധാനം സജ്ജമാക്കാൻ യോഗത്തിൽ തീരുമാനമായി. രോഗലക്ഷണങ്ങളോടെ എത്തുന്ന യാത്രക്കാരെ വേഗത്തിൽ കണ്ടെത്തുന്നതിനായി തെർമൽ സ്ക്രീനിംഗ്, വിഷ്വൽ ഇൻസ്പെക്ഷൻ എന്നിവ വിമാനത്താവളത്തിൽ ശക്തമാക്കിയിട്ടുണ്ട്. വിദേശത്ത് നിന്നെത്തുന്ന യാത്രക്കാരുടെ കഴിഞ്ഞ 21 ദിവസത്തെ യാത്രാ ചരിത്രവും കർശനമായ പരിശോധനയ്ക്ക് വിധേയമാക്കും. ആഫ്രിക്കൻ രാജ്യങ്ങളായ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ, ഉഗാണ്ട എന്നിവിടങ്ങളിലാണ് നിലവിൽ എബോള വൈറസ് രോഗം അതിവേഗം പടർന്നു പിടിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ ലോകാരോഗ്യ സംഘടന ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് വിമാനത്താവളത്തിൽ ജാഗ്രതാ നടപടികൾ ശക്തമാക്കിയത്. മീഡിയ ടൈം, കൊച്ചി. ചാലക്കുടി പുഴയ്ക്ക് കുറുകെയുള്ള പഴയ പാലത്തിലെ ബെയറിംഗ് മാറ്റുന്ന പ്രവൃത്തികൾ പൂർത്തിയായി. 7 സ്ലാബുകളിലായി 42 ബെയറിംഗുകളാണ് മാറ്റിയത്. 8 ദിവസം കൊണ്ട് മുഴുവൻ പ്രവൃത്തികളും പൂർത്തിയാകാനാകും. തുടർന്ന് വാഹന ഗതാഗതത്തിന് പൂർണ്ണമായും തുറന്നുകൊടുക്കും. വെള്ളിയാഴ്ച 7ാമത്തെ സ്ലാബിലെ 6 ബെയറിംഗ് കൂടി മാറ്റിയതോടെ പാലത്തിലെ മുഴുവൻ ബെയറിംഗുകളും മാറ്റിസ്ഥാപിക്കുന്ന പ്രവൃത്തികൾ പൂർത്തിയായി. ഇതോടെ പാലത്തിന്റെ അറ്റകുറ്റപ്പണികളിലെ പ്രധാന കടമ്പ കഴിഞ്ഞു. ഇനി പാലത്തിന്റെ സ്ലാബുകൾക്കിടയിലുള്ള എക്സ്പാൻഡ് ജോയിന്റുകളുടെ അറ്റകുറ്റപ്പണികളാണ് പൂർത്തിയാകാനുള്ളത്. വെള്ളിയാഴ്ചയോടെ പടിഞ്ഞാറു ഭാഗത്തെ 8 ജോയിന്റുകൾ നേരെയാക്കി കോൺക്രീറ്റിംഗും നടത്തി. ഇനി കിഴക്കുഭാഗത്തെ 8 ജോയിന്റുകളുടെ പ്രവൃത്തികളാണ് പൂർത്തീകരിക്കാനുള്ളത്. 8 ദിവസം കൊണ്ട് മുഴുവൻ പ്രവൃത്തികളും പൂർത്തിയാക്കാനാകും. തുടർന്ന് വാഹന ഗതാഗതത്തിന് പൂർണ്ണമായും തുറന്നുകൊടുക്കും. നിലവിൽ പ്രവൃത്തികൾ നടക്കുന്ന പാലത്തിന്റെ ഒരു വശത്തുകൂടി ചെറിയ വാഹനങ്ങൾ കടത്തിവിടുന്നുണ്ട്. മഴ കനക്കും മുമ്പേ പ്രവൃത്തികൾ പൂർത്തീകരിച്ച് ഗതാഗതത്തിനായി തുറന്നുകൊടുക്കാനാകുമെന്നാണ് പ്രതീക്ഷ. മീഡിയ ടൈം, ചാലക്കുടി. സംസ്ഥാനത്ത് മഴ കനക്കുന്നു. അടുത്ത 5 ദിവസം വ്യാപക മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 8 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആലപ്പുഴയിൽ ഓറഞ്ച് അലേർട്ടും തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട് ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് മഴ ശക്തമാകും. അറബിക്കടലിന് മുകളിൽ ചക്രവാത ചുഴി രൂപപ്പെട്ടു. ഈ മാസം 26 വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇന്ന് 8 ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുള്ളത്. ആലപ്പുഴയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ഇവിടെ ശക്തമായ മഴയ്ക്കും ശക്തമായ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. കേരളം, തെക്കൻ തമിഴ്നാട് എന്നിവയ്ക്ക് മുകളിലൂടെ കന്യാകുമാരി വരെ നീളുന്ന ന്യൂനമർദ്ദപാത്തി രൂപപ്പെട്ടതായും അറിയിപ്പുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട് എന്നീ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 26-ന് കാലവർഷം എത്തുമെന്നാണ് മുന്നറിയിപ്പ്. അതോടെ കേരളത്തിൽ മഴ ശക്തമാകുമെന്നാണ് മുന്നറിയിപ്പുള്ളത്. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈം. മാളയിൽ കെ കരുണാകരൻ സ്മാരക സ്റ്റേഡിയം ഒരു കാലത്ത് അന്തർദേശീയ നിലവാരത്തിലുള്ള ഗ്രാമീണ കായിക കേന്ദ്രമെന്ന സ്വപ്ന പദ്ധതിയായിരുന്നു. എന്നാൽ നിർമ്മാണം പാതിവഴിയിൽ നിലച്ചതോടെ ഇന്ന് കാട് കയറി കിടക്കുന്ന അവസ്ഥയാണ്. അതേസമയം മുസ്ലിസ് പൈതൃക പദ്ധതിയുടെ കീഴിലുള്ള മാള സിനഗോഗിന്റെ പുനരുദ്ധാരണവും ഇഴഞ്ഞു നീങ്ങുകയാണ്. കായികം, പുരാവസ്തു, മ്യൂസിയം വകുപ്പുകളുടെ മന്ത്രിയായ OJ ജനീഷിന് മുന്നിൽ ഇപ്പോൾ ഈ 2 പദ്ധതികളും വലിയ പരീക്ഷണമായി മാറുകയാണ്. പുരാവസ്തു വകുപ്പിന്റെ കീഴിലുള്ള 4 ഏക്കർ സ്ഥലത്തെ 3 ഏക്കറിലാണ് സ്റ്റേഡിയം നിർമ്മാണത്തിനായി പദ്ധതി തയ്യാറാക്കി പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ശേഷിക്കുന്ന 1 ഏക്കർ സ്ഥലത്ത് ജൂതന്മാരുടെ കല്ലറകളാണ് ഉൾപ്പെട്ടിരുന്നത്. ഈ ഭാഗത്ത് സൗന്ദര്യവൽക്കരണ പദ്ധതികളാണ് വിഭാവനം ചെയ്തിരുന്നത്. ജൂത സമൂഹം മാള പഞ്ചായത്തിന് കൈമാറിയ സ്ഥലത്താണ് സ്റ്റേഡിയം നിർമ്മാണം ആരംഭിച്ചത്. 2005-ലാണ് പഞ്ചായത്ത് ജവഹർലാൽ നെഹ്റു മിനി സ്റ്റേഡിയം ഒരുക്കിയത്.
പിന്നീട് 2011 അന്നത്തെ MLA AK ചന്ദ്രന്റെ ആവശ്യപ്രകാരം ധനമന്ത്രി തോമസ് ഐസക് 1 കോടി രൂപ അനുവദിക്കുകയും സ്റ്റേഡിയത്തിന് K കരുണാകരൻ സ്റ്റേഡിയം എന്ന പേര് നൽകുകയും ചെയ്തു. തുടർന്ന് പിന്നീട് കൊടുങ്ങല്ലൂർ MLA ആയ TN പ്രതാപൻ അന്തർദേശീയ നിലവാരത്തിലുള്ള ഗ്രാമീണ സ്റ്റേഡിയം എന്ന ആശയം മുന്നോട്ട് വച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ സ്പോർട്സ് കൗൺസിൽ 8.50 കോടി രൂപയുടെ വികസന പദ്ധതി തയ്യാറാക്കി. പദ്ധതിയുടെ ഭാഗമായി 2 കോടി രൂപ ചെലവഴിച്ച ഇൻഡോർ സ്റ്റേഡിയവും ശൗചാലയ ബ്ലോക്കും നിർമ്മിച്ചു. കൂടാതെ 35 ലക്ഷം രൂപ ചെലവഴിച്ച് സെവൻസ് ട്രാക്കിന്റെ അടിസ്ഥാന ഘട്ടമായ മെറ്റലിംഗ് ജോലികളും പൂർത്തിയാക്കി. എന്നാൽ പിന്നീട് പുരാവസ്തു പൈതൃക സംരക്ഷണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ഭരണതല തടസ്സങ്ങളും കാരണം പദ്ധതി മുടങ്ങി. ഇന്ന് കാടുകയറിക്കിടക്കുന്ന സ്റ്റേഡിയം വീണ്ടും കായിക പ്രവർത്തനങ്ങളുടെ കേന്ദ്രമാകുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഇതിനൊപ്പം മുസിരിസ് പൈതൃക പദ്ധതിയുടെ കീഴിലുള്ള മാള സിനഗോഗിന്റെ പുനരുദ്ധാരണവും ഇഴഞ്ഞു നീങ്ങുകയാണ്. പൈതൃക സംരക്ഷണത്തിന്റെ പേരിൽ നീണ്ടുപോകുന്ന നടപടികൾക്ക് വേഗം കൂട്ടാൻ ഭരണതല ഇടപെടൽ ആവശ്യമാണെന്ന ആവശ്യവും ശക്തമാണ്. കായികം, പുരാവസ്തു, മ്യൂസിയം വകുപ്പുകൾ ഒരേ മന്ത്രിയുടെ കീഴിലെത്തിയ സാഹചര്യത്തിൽ വർഷങ്ങളായി കാത്തിരിക്കുന്ന സ്റ്റേഡിയത്തിനും സിനഗോഗിനും ഇനി പുതിയ ജീവൻ ലഭിക്കുമോ എന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. OJ ജനീഷിൽ മാളയുടെ പ്രതീക്ഷകളും വളരുകയാണ്. മീഡിയ ടൈം, മാള. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. മതിലകം ഗ്രാമപഞ്ചായത്തും കൂളിമുട്ടം കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായി വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് പകർച്ചവ്യാധി പ്രതിരോധ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. പൊക്ലായ് കലാഭവൻ മണി ഹാളിൽ നടന്ന ശില്പശാല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമതി സുന്ദരൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് PM ആൽഫ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ PV പ്രസീദ, MA ബിനേഷ്, ഹസീന റഷീദ്, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ശ്രീകല, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. നഗരത്തിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാനായി ചാലക്കുടി നഗരസഭയുടെ നേതൃത്വത്തിൽ ട്രാഫിക് കമ്മിറ്റി യോഗം ചേർന്നു. ഗതാഗതം പരിഹരിക്കാനായുള്ള നിരവധി നിർദ്ദേശങ്ങൾ യോഗത്തിൽ ഉയർന്നു. അടിപ്പാതയിലെ കുരുക്ക് സംബന്ധിച്ച വിഷയമാണ് യോഗത്തിൽ കൂടുതൽ ചർച്ചയായത്. ഇതിന് ശാശ്വത പരിഹാരം വേണമെന്നായിരുന്നു ആവശ്യം. അടിപ്പാതയിൽ നിന്നും ഇരുഭാഗത്തുമുള്ള സർവീസ് റോഡുകളിലേക്കുള്ള പ്രവേശനം നിർത്തലാക്കി മറ്റു വഴികളിലൂടെ ഗതാഗതം തിരിച്ചുവിടണമെന്ന നിർദ്ദേശവും ഉയർന്നു. മാർക്കറ്റിലടക്കമുള്ള സ്ഥലത്തെ അനധികൃത പാർക്കിങ്ങിനെതിരെ നടപടിയെടുക്കണമെന്നും നിർദ്ദേശമുയർന്നു. യോഗം നഗരസഭാ ചെയർപേഴ്സൺ ആലീസ് ഷിബു ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർമാൻ KV പോൾ അധ്യക്ഷനായി. പോലീസ്, RTO, വിവിധ വകുപ്പ് മേധാവികൾ, രാഷ്ട്രീയ സംഘടനാ പ്രതിനിധികൾ, പൊതുപ്രവർത്തകർ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. NGO യൂണിയൻ കൊടുങ്ങല്ലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണം നടത്തി. കൊടുങ്ങല്ലൂർ P. ഭാസ്കരൻ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ശുചീകരണ പ്രവർത്തനം കൊടുങ്ങല്ലൂർ നഗരസഭാ കൗൺസിലർ CP രമേശൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് PM മുഹമ്മദ് റാഫി അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ C. ആനന്ദ്, AS സുമേഷ്, കൊടുങ്ങല്ലൂർ ഏരിയ ജോയിന്റ് സെക്രട്ടറി KP പ്രശോഭ് എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. എബോള വൈറസ് വ്യാപനം. കൊച്ചി വിമാനത്താവളത്തിൽ മുൻകരുതൽ നടപടികൾ ശക്തമാക്കി. 24 മണിക്കൂർ നിരീക്ഷണം. ചാലക്കുടി പുഴയ്ക്ക് കുറുകെയുള്ള പഴയ പാലത്തിലെ ബെയറിംഗ് മാറ്റുന്ന പ്രവൃത്തികൾ പൂർത്തിയായി. 7 സ്ലാബുകളിലായി 42 ബെയറിംഗുകൾ മാറ്റി. സംസ്ഥാനത്ത് മഴ കനക്കുന്നു. അടുത്ത 5 ദിവസം വ്യാപക മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 8 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ്. ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.